ഘോര ഭയങ്കര കാറ്റും മലയും പൊടിയതായി വരും നേരത്തിൽ കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സെക്രിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം നാം നോക്കുമ്പോൾ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ, നീ സമഭൂമിയായി തീരും, അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ഇസ്രായേൽ ജനം യഹോവയുടെ മന്ദിരം പണിതുകൊണ്ടിരുന്നപ്പോൾ അവർക്കെതിരെ വന്ന ശമര്യക്കാർ അവർക്കൊരു വലിയ പ്രതിബന്ധമായി തീർന്നു. ദൈവം കൽപ്പിച്ചത് അനുസരിക്കുന്നതിൽ നിന്നും ദൈവജനത്തെ തടുത്ത ശമര്യരുടെ പ്രതിരോധ മന്ദിരം പണിയുന്നതിന് നേതൃത്വം കൊടുത്ത സെരുബാബേലിന്റെ മുൻപാകെ പർവ്വതം പോലെ തടസ്സമായി തീർന്നു. ദൈവം നമ്മോട് എന്തെങ്കിലും ചെയ്യുവാൻ ആവശ്യപ്പെടുകയും അതനുസരിപ്പാൻ നാം തുടങ്ങുമ്പോൾ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ തടസ്സങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ വികാരം എന്തായിരിക്കും? ഇവിടെ പ്രശ്നം എന്നത് കാഴ്ചപ്പാടിന് അനുസരിച്ചിരിക്കും. ദൈവം സെക്രിയാവിലൂടെ പറയുന്നത് ഇസ്രായേലിന്റെ മുൻപാകെ പർവ്വതമായി നിലകൊള്ളുന്നതായി തോന്നുന്നത് യഥാർത്ഥമായി ഒരു സമതലം മാത്രമാണെന്നാണ്. പർവ്വത സമാനമായ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സമതലമായി തീരുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നാം ചെയ്യേണ്ടത് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും പ്രശ്നത്തെ മാത്രം നോക്കാതെ ദൈവത്തിങ്കിലേക്കും അവന്റെ അത്ഭുത ശക്തിയിലേക്കുമാണ് നാം നോക്കേണ്ടത്. ദൈവം നമ്മോട് എന്തെങ്കിലും ചെയ്യുവാൻ പറയുമ്പോൾ നാം അത് ചെയ്യുവാൻ തുടങ്ങുക. മാത്രമല്ല, അത് വിജയകരമായി പൂർത്തീകരിക്കുകയെന്നും കൂടി ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഏതു പ്രശ്നവും നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അത് പർവ്വത സമമായ പ്രശ്നമാണെങ്കിലും അതിനെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് നിശ്ചയമായ ഒരു കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേട്ട വചനം പോലെ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ പർവ്വത സമമായ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേലും അവിടുന്ന് പകരണമേ. ദൈവകൃപയിൽ ഞങ്ങളെ അവിടുന്ന് നിർത്തിയതിനായി സ്തോത്രം. തുടർന്നു അങ്ങനെ നയിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.